ഷൂട്ടിന്റെ സമയത്ത് മഴ അല്ലെങ്കിൽ നമുക്ക് കാലാവസ്ഥ പല രീതിയിലും പ്രതികൂലമായിട്ട് നമ്മളെ ബാധിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ ശരി നമുക്ക് 2 ദിവസം കൊണ്ട് പടം തീർക്കണം അല്ലെങ്കിൽ ഇന്ന് 1.5 ദിവസമേ ഉള്ളൂ ഇന്ന് പെട്ടെന്ന് തീർക്കണം അങ്ങനെ രീതിയിലൊരു പ്രഷർ ഉണ്ടായിരുന്നോ ശരിക്കും? നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡേറ്റിൽ തീർക്കണം എന്നുള്ള ഒന്നും ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഈ വീട് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുള്ള ഒരു സാധനമുണ്ട്. ഈ ഓക്കെ ഓക്കെ മഴയും ഓക്കെ. ഇതിലും കാറ്റും കാരണം അതൊന്ന്. പക്ഷെ അത് പ്രോപ്പർലി ബേസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നോ വീടിന് ശരിക്കും? പ്രോപ്പർലി ബേസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ. അതെല്ലാം സജീഷിന്റെ ഭയങ്കര ഇടപെടലുണ്ട്. എന്ന് പറഞ്ഞാൽ ബേസ്മെന്റിൽ അത്രയും സ്ട്രോങ് ആക്കിയിട്ടാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേൽക്കൂര കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് കാറ്റത്ത് അടിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ കാരണം ഓക്കെ. അത്ര ഹെവി വിൻഡായിരുന്നു ആ സമയത്ത്. ഹെവി വിൻഡ് ഓപ്പൺ ഏരിയ കൂടെ ഓപ്പൺ ഏരിയ ഉണ്ട്. അത് മലയുടെ മുകളിൽ തന്നെ ഹെവി വിൻഡ്. നമ്മൾ പോലും ഇങ്ങനെ കുറച്ച് മൂവ്മെന്റ് കിട്ടും. ഇങ്ങനെ നമുക്ക് നിൽക്കാൻ ഓക്കെ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പം എന്ന് പറഞ്ഞാൽ ഇത് ശക്തിയായിട്ട് അടിച്ചിട്ട് ഇതിന്റെ നമുക്ക് തന്നെ മനസ്സിലാവും ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അതിന്റെ വൈബ്രേഷൻ. ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ. അത് മേൽക്കൂര പ്രോപ്പർ വീടുകളിൽ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് അത് അത്രയും കാലം നിന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഓടെല്ലാം എപ്പോഴും പറന്നു നോക്കുക. അത് നോർമൽ തിങ് ആയിരുന്നു. ഓട് രാവിലെ പോകുമ്പോൾ ഒരു 10 ഓട് ഉണ്ടാവും.